എല്ലാവർക്കും നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് 9/6/2026 ചൊവ്വാഴ്ച രാവിലെ 8:09 വരെ പൂരിരുട്ടാതി നക്ഷത്രം, ശേഷം ഉത്രട്ടാതി നക്ഷത്രം. ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം കൂടിയാണ്. ഗുരു ആവട്ടെ അവിടെ ഉച്ചത്തിൽ നിൽക്കുന്നുമുണ്ട്. ഗുരു ശുക്രയോഗം എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. രാത്രികാലങ്ങളിൽ ആകാശത്ത് നോക്കിയാൽ ഗുരുശുക്രന്മാരെ ദർശിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസഫലം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അധിക ചെലവ് വരുന്ന ദിവസം കൂടിയാണ്. അനാവശ്യമായ യാത്രകൾ പോകേണ്ടി വരും. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് വീട്, വാഹനം, ഭൂമി തുടങ്ങിയവ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല സമയമാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അര നക്ഷത്രക്കാരായ ഇടവൻ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമാണ്. ദൈവാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളും എളുപ്പവും നടക്കാൻ പറ്റിയ ദിവസമാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സഹോദരി സഹോദരന്മാരിൽ നിന്നും സഹായവും സഹകരണവും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷവും കൂടിയാണ് കടന്നു പോകുന്നത്. മിഥുന രാശിക്കാരായ മകീരത്തിൽ, അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ജോലിയിൽ നിന്ന് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല ദിവസവും കൂടിയാണ്. വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി ഈ രാശിക്കാർക്ക് ഈ വർഷം ധനലാഭത്തിനുള്ള യോഗം ഉണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ ചെറിയ ലോട്ടറികളെടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്ന വർഷവും കൂടിയാണ്. കർക്കിടക രാശിക്കാരായ പുണർദം, 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. യാത്രാ തടസ്സം, കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു മടി, ഒരു താല്പര്യമില്ലായ്മ, ഉദരരോഗങ്ങൾ എന്നിവ വന്നു ചേരും. ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രംകാലി എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശുഭകരമല്ല. ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു ചേരും. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണ്ട വർഷവും കൂടിയാണ്. ക്ഷേത്ര ദർശനം നടത്തുക. കന്നി രാശിക്കാരായ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം മനസ്സിന് സന്തോഷവും സംതൃപ്തിയുമുള്ള കാര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ സൗഖ്യവും സുഹൃത്ത് സംഗമവും എന്നിവ പ്രതീക്ഷിക്കാം. ഈ വർഷം കന്നിക്കാർക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങൾ വന്നു ചേരും. ധനലാഭം, വാഹനയോഗം, ഭൂമി വാങ്ങാനും വിൽക്കാനുമുള്ള സമയം കൂടിയാണ് ഈ വർഷം. തുലാം രാശിക്കാരായ ചിത്തിര, അര, ചോതി, വിശാഖം, കാൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശത്രുക്കളിൽ നിന്നും വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. മത്സര പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷം ജോലിയിൽ സ്ഥാനചലനം സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കൊണ്ട് അനുകൂലമാക്കാൻ ശ്രമിക്കുക. വൃശ്ചിക രാശിക്കാരായ വിശാഖം, അവസാന മുക്കാൽ ഭാഗം, അനിഴം, തൃക്കാട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. മനസ്സ് അകാരണമായി വിഷമിക്കും. മനസ്സിൽ അനാവശ്യം ഭയം ഉണ്ടാക്കിയെടുക്കും. വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഈ വർഷം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പലവിധ ഭാഗ്യങ്ങൾ ലഭിക്കാനുള്ള വർഷം കൂടിയാണ്. പുതിയ ജോലി, പുതിയ വാഹനം, ലോട്ടറി അടിക്കാനുള്ള സാധ്യത തുടങ്ങിയവയ്ക്ക് പറ്റിയ സമയം കൂടിയാണ് ഈ വർഷം. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുമായി അനാവശ്യമായ വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായ ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ശ്രദ്ധിക്കുക. ഈ വർഷം പൊതുവെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട വർഷം കൂടിയാണ്. ക്ഷേത്ര ദർശനം നടത്തി പരമാവധി കാര്യങ്ങൾ അനുകൂലമാക്കാൻ ശ്രദ്ധിക്കുക. മകരം രാശിക്കാരായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തര എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം കാര്യലാഭം, ധനലാഭം, വസ്ത്രലാഭം, അതുപോലെ ബന്ധുക്കളിൽ നിന്നും സഹോദരി സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കാനും മനസ്സിന് ധൈര്യവും ഉന്മേഷവും വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. ഈ വർഷം വിവാഹത്തിനുള്ള യോഗവും മനസ്സിന് ഇണങ്ങിയ പങ്കാളിയെ കണ്ടെത്താനും സാധ്യത ഉണ്ട്.
കുംഭൻ രാശിക്കാരായ അവിട്ടം അവസാനത്തെ അര, ചതയം, പൂരോരുട്ടാതി, കാൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പുതിയ വരുമാന സ്രോതസ്സ് കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും പറ്റിയ ദിവസമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഈ വർഷം വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവവും അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം നടത്തി സമയം അനുകൂലമാക്കാൻ ശ്രദ്ധിക്കുക. മീനം രാശിക്കാരായ പൂരുരുട്ടാതി, മുക്കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സുഖപ്രദമാണ്. ഇഷ്ടഭക്ഷണം, ശയനസുഖം, മനസ്സുഖം തുടങ്ങിയവ അനുഭവിക്കാൻ യോഗമുണ്ട്. ഈ വർഷം സന്താനയോഗമില്ലാതെ ഇരിക്കുന്ന ദമ്പതിമാർക്ക് സന്താനം യോഗത്തിനുള്ള നല്ലൊരു സമയം കൂടിയാണ് ഈ വർഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ ഫലങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.